ക്യാബിനറ്റ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സെന്റ് ആന്റണീസ് ട്രേഡേഴ്സ് ഇളംകുളം. ഒരു സ്റ്റൈലിഷ് ബാത്റൂം ഒരു വീടിൻ്റെ ഭംഗി മാത്രമല്ല, അതിൻ്റെ വാല്യൂം ഉയർത്തും. എങ്കിൽ ആ വാല്യൂ നൽകാൻ തിരഞ്ഞെടുക്കേണ്ട പെർഫെക്റ്റ് ചോയ്സാണ് സെറ. കോട്ടയം ജില്ലയിലെ ഏറ്റവും വിശാലമായ സെറ സ്റ്റൈൽ ഗാലറി, സെറ ഓതറൈസ്ഡ് ഡിസ്ട്രിബ്യൂട്ടറായ സെന്റ് ആന്റണീസ് ട്രേഡേഴ്സിൽ സെറയുടെ ഏറ്റവും വിപുലമായ കളക്ഷൻസ് നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ ഡ്രീം ബാത്റൂമിന് വേണ്ട എല്ലാ സെറ ലെക്സ് ഉൽപ്പന്നങ്ങളും ഇനി ഒരേയിടത്ത്. സെറ സ്റ്റൈൽ ഗാലറി, സെന്റ് ആന്റണീസ് ട്രേഡേഴ്സ്, നിയർ SNDP, ഇളംകുളം, കൂരാലി, കോട്ടയം. നമസ്കാരം, ഞാൻ ശ്രീധർ. പ്രധാന വാർത്തകൾ. കോട്ടയം എക്സൈസിന്റെ മിന്നൽ പരിശോധന. 10 ലിറ്റർ ചാരായവുമായി ആർപ്പൂക്കര സ്വദേശി പിടിയിൽ. പിടിച്ചെടുത്തത് തിരുവോണ ദിനത്തിലെ വിൽപ്പന ലക്ഷ്യമിട്ട് സൂക്ഷിച്ച ചാരായം. മണർകാടിന് ഇനി ഭക്തിയുടെ ദിനരാത്രങ്ങൾ. മണർകാട് പള്ളിയിൽ 8 നോമ്പ് പെരുന്നാളിന് സെപ്റ്റംബർ 1 കൊടിയേറും. നട തുറക്കൽ സെപ്റ്റംബർ 7. മണിമലക്കുന്നിൽ ചിലമ്പൊലി ഉയർന്നു. ദുശാസനമൂർത്തിക്ക് കരിക്കേറ് പൂജ. അവിട്ടം നാളിലെ പൂജകളിൽ പങ്കെടുക്കാൻ നിരവധി ഭക്തർ. കോട്ടയം മെഡിക്കൽ കോളേജിൽ കുടുംബശ്രീ പ്രീമിയം കഫേ തുറന്നു. ജില്ലയിലെ 2ാമത്തെ പ്രീമിയം കഫേ. നല്ല ഭക്ഷണവും ശുചിത്വവും ഉറപ്പാകും. വാർത്തകൾ വിശദമായി. 10 ലിറ്റർ ചാരായവുമായി ആർപ്പൂക്കര സ്വദേശിയെ കോട്ടയം എക്സൈസ് സംഘം പിടികൂടി. മികച്ച ഉദ്യോഗസ്ഥനുള്ള പുരസ്കാരം നേടിയ സ്പെഷ്യൽ സ്ക്വാഡ് സംഘത്തിലെ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ബി ആനന്ദരാജ് റെയ്ഡിന് നേതൃത്വം നൽകി. മികച്ച ഉദ്യോഗസ്ഥനുള്ള പുരസ്കാരം നേടിയ ശേഷം നേരെ പോയത് വ്യാജചാരായ വിൽപ്പനക്കാരനെ പിടികൂടാൻ. കോട്ടയം എക്സൈസ് എൻഫോഴ്സ്മെന്റ് ആൻഡ് ആന്റി നാർക്കോട്ടിക് സ്പെഷ്യൽ സ്ക്വാഡ് സംഘത്തിലെ ഉദ്യോഗസ്ഥരാണ് ജില്ലാ ഭരണകൂടത്തിന്റെ ഓണാഘോഷത്തിന്റെ ഭാഗമായി നേടിയ പുരസ്കാരത്തിന് ശേഷം വ്യാജചാരായ വിൽപ്പനക്കാരനെ പിടികൂടാൻ പോയത്. ആർപ്പൂക്കര മഞ്ചാടിക്കരിക്കരയിൽ കളത്തിപ്പറമ്പിൽ വീട്ടിൽ സനീഷ് ബാബുവിനെയാണ് എക്സൈസ് സംഘം പിടികൂടിയത്. കഴിഞ്ഞ ദിവസം രാത്രിയിലായിരുന്നു കേസിനാസ്പദമായ സംഭവം. കോട്ടയം എക്സൈസ് എൻഫോഴ്സ്മെന്റ് ആൻഡ് ആന്റി നാർക്കോട്ടിക് സ്പെഷ്യൽ സ്ക്വാഡ് സംഘത്തിലെ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടറായ ബി ആനന്ദരാജിന് തിരുനക്കരയിൽ നടന്ന ജില്ലാതല ഓണാഘോഷ പരിപാടികളുടെ ഭാഗമായി മികച്ച എക്സൈസ് ഉദ്യോഗസ്ഥനുള്ള പുരസ്കാരം സമ്മാനിച്ചിരുന്നു. ഈ പരിപാടിക്കിടെയാണ് ഇദ്ദേഹത്തിന് ആർപ്പൂക്കര പ്രദേശത്തെ വ്യാജചാരായ വിൽപ്പനയെപ്പറ്റി വിവരം ലഭിക്കുന്നത്. എക്സൈസിന്റെ ഓപ്പറേഷൻ തണ്ടറിന്റെ ഭാഗമായാണ് അദ്ദേഹത്തിന് ഈ വിവരം ലഭിച്ചത്. തുടർന്ന് ഇദ്ദേഹം നേരെ ആർപ്പൂക്കരയിലെ മഞ്ചാടിക്കരി ഭാഗത്തേക്ക് എത്തി. തുടർന്ന് നടത്തിയ പരിശോധനയിൽ ഓണം വിപണി ലക്ഷ്യമാക്കി വിൽപ്പനയ്ക്ക് വെച്ചിരുന്ന 10 ലിറ്റർ ചാരായവും പിടിച്ചെടുക്കുകയായിരുന്നു. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഗ്രേഡുമാരായ ബൈജുമോൻ KC, ഹരിഹരൻ പോറ്റി, ഗ്രേഡ് പ്രിവന്റീവ് ഓഫീസർമാരായ EV ബിനോയ്, പ്രവീൺ ശിവാനന്ദ്, സിവിൽ എക്സൈസ് ഓഫീസർമാരായ യേശുദാസ്, അതുൽ മണിയപ്പൻ, വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ ലക്ഷ്മി പാർവതി എന്നിവർ ചേർന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ആഗോള മരിയൻ തീർത്ഥാടന കേന്ദ്രമായ മണർകാട് മർത്താമറിയം യാക്കോബായ സുറിയാനി പള്ളിയിലെ 8 നോമ്പ് ആചാരത്തിന് സെപ്റ്റംബർ 1 കൊടിയേറും. സെപ്റ്റംബർ 7 പ്രസിദ്ധമായ നട തുറക്കൽ. മരിയൻ തീർത്ഥാടന കേന്ദ്രമായ മർത്തമറിയം യാക്കോബായ സുറിയാനി കത്തീഡ്രലിലെ 8 നോമ്പ് പെരുന്നാളിന് സെപ്റ്റംബർ 1 കൊടിയേറും. 1-ാം തീയതി തോമസ് മാർ അലക്സാന്ദ്രയോസ് കരോട്ടെ പള്ളിയിലും ഡോക്ടർ തോമസ് മാർ തിമോത്തിയോസ് താഴത്തെ പള്ളിയിലും കുർബാനയിൽ മുഖ്യ കാർമ്മികരാകും. ഉച്ചയ്ക്ക് 2 മണിക്ക് കൊടിമര ഘോഷയാത്രയ്ക്കായി പള്ളിയിൽ നിന്നും പുറപ്പെടും. വൈകിട്ട് 4:30 ഡോക്ടർ തോമസ് മാർ തിമോത്തിയോസിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ പെരുന്നാളിന് കൊടിയേറ്റും. 2-ാം തീയതി യൂഹനാൻ മാർ മിലിത്തിയോസ്, 3-ാം തീയതി ഗീവർഗീസ് മാർ സ്തെഫാനോസ്, 4-ന് പൗലോസ് മാർ ഐറേനിയോസ്, 5-ന് മാത്യൂസ് മാർ അപ്രേം എന്നിവർ രാവിലെ 8:30 കുർബാന അർപ്പിക്കും. 5-ാം തീയതി വൈകുന്നേരം 6 മണിക്ക് നടക്കുന്ന പൊതുസമ്മേളനം മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. 6-ാം തീയതി മർക്കോസ് മാർ ക്രിസോസ്റ്റമോസ് അഞ്ചിന്മൽ കുർബാനയ്ക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കും. ഉച്ചയ്ക്ക് 2-നാണ് കുരിശുപള്ളികളിലേക്കുള്ള പ്രദക്ഷിണം. വിശുദ്ധ ദൈവമാതാവിന്റെയും ഉണ്ണിയേശുവിന്റെയും ഛായാചിത്രം പ്രദർശനത്തിനായി തുറക്കുന്ന ചരിത്രപ്രസിദ്ധമായ നട തുറക്കൽ 7-ാം തീയതി ഉച്ചയ്ക്ക് 11:30 ഉച്ച നമസ്കാരത്തെ തുടർന്ന് നടക്കും. ശ്രേഷ്ഠ ബസേലിയോസ് ജോസഫ് കാതോലിക്ക ബാവ മുഖ്യ കാർമ്മികത്വം വഹിക്കും. രാവിലത്തെ 3-ന്മൽ കുർബാനയ്ക്കും ശ്രേഷ്ഠ ബാവ കാർമ്മികത്വം വഹിക്കും. ഡോക്ടർ കുര്യാക്കോസ് മാർ തെയോഫിലോസ് സഹകാർമ്മികനാകും. ഉച്ചയ്ക്ക് 1-ന് കറിനേർച്ചയ്ക്കുള്ള പന്തിരുനാഴി ഘോഷയാത്രയും നടക്കും. പെരുന്നാൾ ദിനങ്ങളിൽ താഴത്തെ പള്ളിയിൽ സഭയിലെ മെത്രാപ്പൊലീത്തമാരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ എല്ലാ ദിവസവും 3-ന്മേൽ കുർബാനയും 6-ാം തീയതി 5-ന്മേൽ കുർബാനയും ഉണ്ടായിരിക്കും. 8-ാം തീയതി നേർച്ച വിളമ്പോടെ പെരുന്നാൾ സമാപിക്കും. 14-ാം തീയതി 6 മണിക്ക് സന്ധ്യാ നമസ്കാരത്തിന് ശേഷം നടയടയ്ക്കും. 1501 പേർ ഉൾപ്പെടുന്ന 15 സബ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പള്ളിയിൽ ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പൊൻകുന്നം മണിമലക്കുന്നിലെ ദുശാസനൻ കാവിൽ അവിട്ടം നാളിലെ കരിക്കേറ് പൂജ നടന്നു.
വർഷത്തിലൊരിക്കൽ മാത്രമാണ് ഇവിടെ കരിക്കേറ് ചടങ്ങ് നടക്കുന്നത്. ദുശാസനൻ കാരുണ്യമൂർത്തിയായി വാഴുന്ന കേരളത്തിലെ ഏക കാവാണ് ചിറക്കടവ് മണിമലക്കുന്നിലെ ദുശാസനൻ കാവ്. കാരുണ്യം ചൊരിയുന്ന സർവാധിഷ്ഠദായകനാണ് ദുശാസനൻ. കൗരവരിൽ രണ്ടാമനായ ദുശാസനൻ സ്വാമിക്ക് അവിട്ടം നാളിലാണ് ഉത്സവം. പേരൂർ കുടുംബവകയായ കാവിലാണ് പ്രതിഷ്ഠ. ചടങ്ങിനായി പേരൂർ കുടുംബക്ഷേത്രത്തിൽ നിന്നാണ് കുടുംബാംഗങ്ങളും ഭക്തരും പുറപ്പെടുന്നത്. ചിങ്ങമാസത്തിൽ തിരുവോണത്തിന്റെ തൊട്ടടുത്ത ദിവസമായ അവിട്ടം നാളിലാണ് ഇവിടെ പൂജ. അന്ന് മാത്രമാണ് ഇവിടെ പൂജാവിളക്ക് തെളിയിക്കുന്നത്. കുരുക്ഷേത്ര യുദ്ധത്തിൽ കൊല്ലപ്പെട്ട കൗരവരെ സഖ്യമേഖലകളിലെ ഓരോ മലകളിലായി കുടിയിരുത്തിയെന്നും ഇതിൽ ദുശാസനനെ ഉയർന്ന പ്രദേശമായ മണിമലക്കുന്നിലെ തനിമരച്ചുവട്ടിൽ കുടിയിരുത്തിയെന്നുമാണ് ഐതിഹ്യം. കരിക്കേറാണ് അവിട്ടം ദിനത്തിലെ പ്രധാന ചടങ്ങ്. മൂഴിക്കൽ ശ്രീധരനാണ് കരിക്കേറിന് കാർമ്മികത്വം വഹിക്കുന്നത്. വിളിച്ചു ചൊല്ലി പ്രാർത്ഥനകൾക്ക് ശേഷം ഭക്തർ കൊണ്ടുവന്ന് സമർപ്പിക്കുന്ന കരിക്കുകൾ എറിഞ്ഞുടയ്ക്കുന്നതാണ് ചടങ്ങ്. തൻ കയ്യിൽ വില്ലുവസ്ത്രവും വേട്ടക്കല്ലേരോട്ട് പിടിപിടിച്ചു വടക്കോട്ട് നോക്കെ നിന്നു അന്നം ബൊമ്പികളെ പോലെ തിരിച്ചവരുടെ ഭാഗം ഉണയായിട്ട് വരികയില്ലേ. വിശ്വാസനമൂർത്തി വരെ ഭാഗമായിട്ട് വരിക. ദുശാസനമൂർത്തിക്ക് കപ്പ ചുട്ടതും കള്ളുമാണ് നിവേദ്യം. രോഗശാന്തിക്കും ദുരിത നിവാരണത്തിനുമായാണ് കരിക്കേറ് പൂജ നടത്തുന്നത്. നിരവധി ഭക്തർ മണിമലക്കുന്നിൽ നടന്ന ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. പൊൻകുന്നം ഇടത്തൻപറമ്പ് പബ്ലിക് ലൈബ്രറി ഓണാഘോഷം നടത്തി. നാട്ടുകാരുടെ പങ്കാളിത്തം ശ്രദ്ധേയമായി. തിരുവോണ ദിനം ആഘോഷമാക്കി പൊൻകുന്നം ഇടത്തംപറമ്പ് പബ്ലിക് ലൈബ്രറിയും നാട്ടുകാരും. ലൈബ്രറിയുടെ നേതൃത്വത്തിൽ രാവിലെ മുതൽ വിപുലമായ ഓണാഘോഷ പരിപാടികൾ നടത്തി. കുട്ടികൾക്കും സ്ത്രീകൾക്കുമായുള്ള മത്സരങ്ങളോടെ ആഘോഷം ആരംഭിച്ചു. മിഠായി പെറുക്ക്, കുളംകര, ആനയ്ക്ക് വാലുവരക്കൽ തുടങ്ങിയ മത്സരങ്ങൾ നടത്തി. ഇതോടൊപ്പം പുത്തൻ ഇനമായ ഗ്ലാസ് വോക്കും ഉണ്ടായിരുന്നു. ഉച്ചയ്ക്ക് ശേഷമായിരുന്നു പുരുഷന്മാർക്കായുള്ള മത്സരങ്ങൾ. കസേരകളിയും വടംവലിയും ആവേശമുയർത്തി. ലൈബ്രറി പ്രസിഡന്റ് റോബിൻ ജോൺ, സെക്രട്ടറി കെ സന്തോഷ് കുമാർ എന്നിവർ നേതൃത്വം നൽകി. സമാപന സമ്മേളനത്തിൽ വാഴൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജയ ശ്രീധർ സമ്മാനങ്ങൾ വിതരണം ചെയ്തു. മത്സരത്തിൽ പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും പ്രോത്സാഹന സമ്മാനം നൽകുകയും ചെയ്തു. SSLC, +2 പരീക്ഷകളിൽ വിജയം നേടിയ കുട്ടികളെ ആദരിക്കുകയും ചെയ്തു. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. ഓണാഘോഷവേദിയിൽ കോട്ടയം ജില്ലയിലെ പ്രതിഭകൾക്ക് ആദരം. തിരുനക്കര മൈതാനത്ത് നടന്ന പ്രതിമാ സംഗമം സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച കോട്ടയം ജില്ലയിൽ നിന്നുള്ള പ്രതിഭകൾക്ക് ജില്ലാതല ഓണാഘോഷവേദിയിൽ ആദരം. തിരുനക്കര മൈതാനത്ത് നടന്ന പ്രതിഭാ സംഗമം നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഈ അടുത്ത സമയത്തും ദേശീയ തലത്തിൽ അവാർഡ് കരസ്ഥമാക്കിയ, എന്നും നമ്മുടെ ഹൃദയത്തിൽ ജീവിക്കുന്ന വൈക്കം വിജയലക്ഷ്മി നമ്മുടെ നാടിൻ്റെ അഭിമാനമാണ് എന്ന് ഞാൻ ഒരിക്കൽ കൂടി ഓർക്കുകയും ചെയ്യാണ്. നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ശ്രീ ജോസ് പനച്ചിപ്പുറം പത്രപ്രവർത്തന രംഗത്ത്, മാധ്യമ രംഗത്ത് എത്രയോ വർഷക്കാലം അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വം ഉയർന്നു പിടിച്ചിട്ടുണ്ട്. അദ്ദേഹം എഴുതിയിട്ടുള്ള ഫീച്ചറുകൾ, അദ്ദേഹം നമ്മളെ വരച്ച് കാണിച്ചിട്ടുള്ള വഴി, അതൊക്കെ യഥാർത്ഥത്തിൽ സാമൂഹ്യ മാറ്റത്തിൻ്റെ വഴികളായി മാറിയിട്ടുണ്ട്. തിരുവിഴ ജയശങ്കർ അവർ ഈ അടുത്ത കാലത്ത് വീണ്ടും അദ്ദേഹത്തിനൊരു അവാർഡ് കൂടി കിട്ടി. അത് നമ്മളെല്ലാവരും കൂടി ആഘോഷിച്ചതുമാണ്. എല്ലാ അർത്ഥത്തിലും ജനങ്ങളുടെ മുമ്പിൽ നാദസ്വര രംഗത്തെ നാദസ്വര വിദ്വാൻ എന്ന് മാത്രമല്ല, അതിൻ്റെ കുലപതിയായി നമ്മളുടെ തിരുവഴ ജയശങ്കർ അവർ നിൽക്കുകയാണ്. ഇനി വേദിയിലിരിക്കുന്ന നമ്മളുടെ പ്രിയപ്പെട്ട കുറൂർ തിരുമേനി, അതോടൊപ്പം തോമസ് സാർ, നമ്മളുടെ സ്നേഹനിധികളായ മറ്റ് സഹോദരന്മാർ, ഞങ്ങൾ സഹോദരിയെ തുല്യം സ്നേഹിക്കുന്ന നമ്മളുടെ പ്രിയപ്പെട്ട പ്രേംപ്രകാശ്. ഞാൻ ശ്രീ പ്രേംപ്രകാശിൻ്റെ ഒരു ചിത്രം ഇപ്പോൾ കണ്ടിട്ട് വരികയാണ്. അച്ഛനായിട്ട് അഭിനയിക്കുന്നത് ഇതുപോലെ ആപ്റ്റായിട്ടൊരു വേഷം
അദ്ദേഹത്തിൻ്റെ മുഖത്തിൻ്റെ ഷേപ്പിൽ തന്നെ ഒരു ചെറിയ മാറ്റം വന്നിട്ടുണ്ട്. അങ്ങനെ എല്ലാ കാര്യത്തിലും കോട്ടയം ജില്ലയുടെയും നമ്മുടെ സമൂഹത്തിൻ്റെയും ശക്തി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി അവിടെ നിന്നിട്ടുള്ളതാണ്. നാടകം സുരേഷ് MLA അധ്യക്ഷനായി. കെ ബിനിമോൻ MLA, ജില്ലാ കളക്ടർ ചേതൻകുമാർ മീണ, DTPC സെക്രട്ടറി ആതിര സണ്ണി തുടങ്ങിയവർ പ്രസംഗിച്ചു. മികച്ച പിന്നണി ഗായികയ്ക്കുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം നേടിയ വൈക്കം വിജയലക്ഷ്മി, നടനും നിർമ്മാതാവുമായ പ്രേംപ്രകാശ്, നാഗസ്വര വിദ്വാൻ ഡോക്ടർ തിരുവിഴ ജയശങ്കർ, രംഗപട കലാകാരൻ ആർട്ടിസ്റ്റ് സുജാതൻ, കായിക പരിശീലകൻ KP തോമസ്, മുതിർന്ന മാധ്യമപ്രവർത്തകൻ ജോസ് പനച്ചിപ്പുറം, സംഗീതജ്ഞൻ പ്രൊഫസർ പൊൻകുന്നം രാമചന്ദ്രൻ, ഷൂട്ടിംഗ് താരം മിയ അന്ന, കഥകളി പുരസ്കാര ജേതാവ് കുറൂർ വാസുദേവൻ നമ്പൂതിരി, താന്ത്രികാചാര്യൻ സൂര്യൻ ജയസൂര്യൻ ഭട്ടതിരിപ്പാട്, മോണ്ടിസോറി വിദ്യാഭ്യാസ പ്രവർത്തക ജാസ്മിൻ K. മാത്യു, ഇന്ത്യ ഓൺ സൈക്കിൾ പര്യടനം നടത്തിയ നവീൻ പോൾ, അന്വേഷണത്തിൽ മികവ് പുലർത്തിയ എക്സൈസ് ഉദ്യോഗസ്ഥരായ R. ദർശക്, ആനന്ദ് രാജ്, സാമ്പത്തിക സാക്ഷരതാ പ്രചാരക സിജ രാജേഷ്, ഗായകൻ മനു മോഹൻ, സോഫ്റ്റ് ബോൾ താരം അന്ന ഡൊമിനിക്, രാഷ്ട്രപതിയുടെ പോലീസ് മെഡൽ നേടിയ കോട്ടയം ലീഗൽ സെൽ സബ് ഇൻസ്പെക്ടർ MS ഗോപകുമാർ എന്നിവരെയാണ് ആദരിച്ചത്. പരിപാടിക്ക് ശേഷം വൈക്കം വിജയലക്ഷ്മിയുടെ നേതൃത്വത്തിലുള്ള ഗാനമേളയും നടന്നു. ജില്ലാ ഭരണകൂടം, ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ, കോട്ടയം നഗരസഭ എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിലാണ് ഓണാഘോഷം സംഘടിപ്പിച്ചത്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. തിരുവോണനാളിൽ നിരാഹാരമിരുന്ന് BJP പ്രവർത്തകർ. തിരുവാർപ്പ് പഞ്ചായത്ത് ഓഫീസിന് മുന്നിലായിരുന്നു സമരം. കാഞ്ഞിരം, മലരിക്കൽ, ചെങ്ങളം പ്രദേശങ്ങളിലെ രൂക്ഷമായ വെള്ളക്കെട്ടിന് ശാശ്വത പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ടായിരുന്നു നിരാഹാര സമരം. തിരുവോണനാളിൽ തിരുവാർപ്പ് ഗ്രാമപഞ്ചായത്തിന് മുന്നിൽ BJP പ്രവർത്തകരുടെ നിരാഹാരം. മീനച്ചിലാറും കൊടുകാരും സംഗമിച്ച് വേമ്പനാട്ടുകായലിൽ സംയോജിക്കുന്നിടമായ പഴക്കാനിലം കായൽ എക്കലും പോളയും നിറഞ്ഞതുമൂലം കാഞ്ഞിരം, മലരിക്കൽ, വെട്ടിക്കാട്, ഇല്ലിക്കൽ, ചെങ്ങളം പ്രദേശങ്ങളിൽ സ്ഥിരമായുള്ള വെള്ളക്കെട്ടിന് ശാശ്വത പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ടാണ് തിരുവാർപ്പ് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ BJP നിരാഹാര സമരം നടത്തിയത്. BJP കുമരകം മണ്ഡലം ജനറൽ സെക്രട്ടറി പ്രജീവ് നിരാഹാര സമരം ഉദ്ഘാടനം ചെയ്തു. BJP തിരുവാർപ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് മുരളീകൃഷ്ണൻ, ദീപക് കാഞ്ഞിരം, മുരാരി ഉത്തമൻ, ഷിജോ വണ്ടോക്കുന്തറ, രാജിമോൾ അമ്പാടിയിൽ, ജിനു രാജേഷ് അമ്പാടിയിൽ, അജേഷ്, സിജു, സലരേഷ്, സനീഷ് തുടങ്ങിയവർ നിരാഹാര സമരത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ചാത്തൻപാറ YMRCയുടെ നേതൃത്വത്തിൽ മിനി മാരത്തൺ നടത്തി. നൂറുകണക്കിന് ആളുകൾ മാരത്തോണിൽ പങ്കാളികളായി. YMRC ചാത്തൻപാറയുടെ നേതൃത്വത്തിൽ PZ ജേക്കബ് മെമ്മോറിയൽ മിനി മാരത്തൺ വാക്ക് നടത്തി. പാമ്പാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് JG പാലക്കലോടി ഫ്ളാഗ് ഓഫ് ചെയ്തു. മൂഴൂർ പള്ളിക്കവലയിൽ നിന്ന് ആരംഭിച്ച മാരത്തൺ ചാത്തൻപാറ, മൂങ്ങാക്കുഴി, കണിപ്പറമ്പ് വഴി ഉമ്മൻചാണ്ടി റോഡിൽ സമാപിച്ചു. അകലകുന്നം പഞ്ചായത്ത് പ്രസിഡന്റ് സുനിൽ തോമസ്, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ബിജു എബ്രഹാം, ക്ലബ്ബ് പ്രസിഡന്റ് MJ തോമസ്, സെക്രട്ടറി ടോബി എബ്രഹാം, മൂഴൂർ സെന്റ് മേരീസ് പള്ളി വികാരി ഫാദർ സെബാസ്റ്റ്യൻ കണിയാമ്പടി, അസിസ്റ്റന്റ് വികാരി ഫാദർ മൈക്കിൾ തോട്ടുങ്കൽ തുടങ്ങിയവർ പ്രസംഗിച്ചു. പൂരപ്പട പഞ്ചായത്ത് പ്രസിഡന്റ് ES വിനോദ് സമ്മാനം വിതരണം ചെയ്തു. 12 വയസ്സിൽ താഴെയുള്ള പെൺകുട്ടികളുടെ മത്സരത്തിൽ ജുവാന ബിബിൻ ജേക്കബും 12 വയസ്സിൽ താഴെയുള്ള ആൺകുട്ടികളുടെ മത്സരത്തിൽ റോയൽ ജിജോ പൂവന്തോട്ടവും സമ്മാനം നേടി. 12 വയസ്സിന് മുകളിലുള്ള വനിതകളുടെ മത്സരത്തിൽ എലിസബത്ത് മരിയ അറയ്ക്കൽ 1ാം സ്ഥാനം നേടി. 50 വയസ്സിന് മുകളിലുള്ള ജനറൽ കാറ്റഗറിയിലെ പുരുഷന്മാരുടെ മത്സരത്തിൽ അനൂപ് കുമാർ മണ്ഡപത്തിൽ സമ്മാനം നേടി. ജനറൽ കാറ്റഗറിയിൽ ഏറ്റവും കുറഞ്ഞ സമയത്ത് ഓടിയെത്തിയവരിൽ ജോർജ് ജിബിൻ മോൻ മുളവേലിപ്പുറത്ത് 1ാം സ്ഥാനം നേടി. കായിക അധ്യാപകരായ രാഹുൽ K. സോമൻ, അൽഫോൺസ ജോസഫ് തുടങ്ങിയവർ വിധികർത്താക്കളായി. മാരത്തണിൽ 100ഓളം പങ്കാളികൾ ഓട്ടം പൂർത്തീകരിച്ച് മെഡലുകൾ സ്വന്തമാക്കി. ന്യൂസ് ബ്യൂറോ, പാമ്പാടി. പ്രളയബാധിതർക്ക് കാരുണ്യ സ്പർശവുമായി കോട്ടയം ലയൺസ് ക്ലബ്. കോട്ടയം ചാലുകുന്നിൽ ഭക്ഷ്യക്കിറ്റുകൾ വിതരണം ചെയ്തു. കാലവർഷക്കെടുതിയിലും പ്രളയത്തിലും ദുരിതത്തിലായ നിർധന കുടുംബങ്ങൾക്ക് ആശ്വാസവുമായി ലയൺസ് ക്ലബ് ഓഫ് കോട്ടയം സെൻട്രലും ലയൺസ് ഇന്റർനാഷണൽ ഡിസ്ട്രിക്ട് 318Bയും സംയുക്തമായി കോട്ടയം ചാലുകുന്നിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ ദുരിതബാധിതർക്കുള്ള ഭക്ഷ്യദാന കിറ്റുകൾ വിതരണം ചെയ്തു. ഏറ്റുമാനൂർ MLA നാട്ടകം സുരേഷ് ഉദ്ഘാടനം നിർവഹിച്ചു. പ്രകൃതി ദുരന്തങ്ങളിലും പ്രതിസന്ധി ഘട്ടങ്ങളിലും സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ടവരിലേക്കും അർഹരിലേക്കും കൃത്യസമയത്ത് കൈത്താങ്ങായി എത്തുന്ന സന്നദ്ധ സംഘടനകളുടെ ഇത്തരം പ്രവർത്തനങ്ങൾ അങ്ങേയറ്റം മാതൃകാപരവും അഭിനന്ദനാർഹവുമാണെന്ന് അദ്ദേഹം പറഞ്ഞു. ചടങ്ങിൽ കോട്ടയം സെൻട്രൽ ലയൺസ് ക്ലബ് പ്രസിഡന്റ് സാജൻ P. ഗോപാലൻ അധ്യക്ഷത വഹിച്ചു. ലയൺസ് ക്ലബ് ഭാരവാഹികളായ ബിനു കോയിക്കൽ, ജേക്കബ് പണിക്കർ, സണ്ണി തോമസ്, രാമകൃഷ്ണ ദുരാസ്വാമി തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കുടുംബശ്രീ മിഷന്റെ നേതൃത്വത്തിൽ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കുടുംബശ്രീ പ്രീമിയം കഫേ പ്രവർത്തനം തുടങ്ങി.
കോട്ടയം ജില്ലയിലെ രണ്ടാമത്തെ കുടുംബശ്രീ പ്രീമിയം കഫേയാണിത്. കുടുംബശ്രീ മിഷന്റെ നേതൃത്വത്തിൽ SVEP സംരംഭമായി കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കുടുംബശ്രീ പ്രീമിയം കഫേ പ്രവർത്തനം തുടങ്ങി. സാധാരണക്കാരായ വനിതകൾക്ക് മികച്ച തൊഴിലവസരങ്ങളും ഒപ്പം മാന്യമായ വിലയിൽ നാടൻ രുചികളിൽ ഗുണനിലവാരമുള്ള ഭക്ഷണവും ഉറപ്പുവരുത്തുകയാണ് കഫേയുടെ ലക്ഷ്യം. കോട്ടയം ജില്ലയിലെ രണ്ടാമത്തെ കുടുംബശ്രീ പ്രീമിയം കഫേയാണ് മെഡിക്കൽ കോളേജിൽ ആരംഭിച്ചത്. കുറവിലങ്ങാട്ടെ പ്രീമിയം കഫേയാണ് ആദ്യത്തേത്. 6 പേരടങ്ങുന്ന സംരംഭക യൂണിറ്റാണ് കുടുംബശ്രീ കഫേയുടെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ജീവനക്കാർക്കും രുചികരമായ ഭക്ഷണം നൽകുകയാണ് ലക്ഷ്യം. പ്രത്യേകം രൂപകൽപ്പന ചെയ്ത ലോഗോയും ജീവനക്കാർക്കുള്ള യൂണിഫോമും ഉൾപ്പെടെ പ്രൊഫഷണൽ രീതിയിലാണ് കഫേയുടെ പ്രവർത്തനം. ഓണത്തിന് ശേഷം കഫേ പൂർണ്ണമായും പ്രവർത്തിച്ചു തുടങ്ങും. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കുടുംബശ്രീ പ്രീമിയം കഫേ മെഡിക്കൽ കോളേജിൽ എത്തുന്നവർക്ക് ഏറെ പ്രയോജനകരമാണ്. വെജിറ്റേറിയൻ, നോൺ വെജിറ്റേറിയൻ ഭക്ഷണങ്ങൾ, സ്നാക്സ്, ചായ, കാപ്പി, ബിരിയാണി തുടങ്ങിയ എല്ലാവിധ ഭക്ഷണങ്ങളും ഇവിടെ ലഭിക്കും. നല്ല ഭക്ഷണവും ശുചിത്വവും സേവനവും ഉറപ്പാക്കുന്നതിനോടൊപ്പം വനിതകൾക്ക് സ്ഥിരമായ തൊഴിലും വരുമാനവും ഉറപ്പാക്കുന്ന സംരംഭം കൂടിയാണ് കുടുംബശ്രീ കഫേ. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കോട്ടയം എക്സൈസിന്റെ മിന്നൽ പരിശോധന. 10 ലിറ്റർ ചാരായവുമായി ആർപ്പൂക്കര സ്വദേശി പിടിയിൽ. പിടിച്ചെടുത്തത് തിരുവോണ ദിനത്തിലെ വിൽപ്പന ലക്ഷ്യമിട്ട് സൂക്ഷിച്ച ചാരായം. മണർകാടിന് ഇനി ഭക്തിയുടെ ദിനരാത്രങ്ങൾ. മണർകാട് പള്ളിയിൽ 8 നോമ്പ് പെരുന്നാളിന് സെപ്റ്റംബർ 1 കൊടിയേറും. നട തുറക്കൽ സെപ്റ്റംബർ 7. മണിമലക്കുന്നിൽ ചിലമ്പൊലി ഉയർന്നു. ദുശാസനമൂർത്തിക്ക് കരിക്കേർ പൂജ. അവിട്ടം നാളിലെ പൂജകളിൽ പങ്കെടുക്കാൻ നിരവധി ഭക്തർ. കോട്ടയം മെഡിക്കൽ കോളേജിൽ കുടുംബശ്രീ പ്രീമിയം കഫേ തുറന്നു. ജില്ലയിലെ രണ്ടാമത്തെ പ്രീമിയം കഫേ. നല്ല ഭക്ഷണവും ശുചിത്വവും ഉറപ്പാക്കും. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.